മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാജ്യാന്തര നിരീക്ഷകനുമായ ശ്രീ PM നാരായണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PM നാരായണൻ, ഈ ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ട് നടത്തിയത് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്ന ദോഹയിലെ ഈ ആക്രമണം എത്രത്തോളം നിർണായകമാണ്? അത് എത്ര ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ, എത്ര വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ്? ഇത് ഇപ്പോൾ ഖത്തറിൽ നിന്നൊക്കെ വരുന്ന ചില വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് അത്ര കാര്യമായ ആക്രമണം ഉണ്ടായിട്ടില്ല, സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നതിനപ്പുറത്ത് ഒരു മാസീവ് അറ്റാക്ക് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒന്നായി ഇതിനെ കാണാൻ കഴിയില്ല എന്നും വിവരങ്ങൾ വരുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നിരീക്ഷിക്കുന്നത്? ഈ കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു എസ്കലേഷൻ ആണ് ഈ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇസ്രായേലിന്റെ ഒരു പ്രഖ്യാപിത നയമാണ് ഹമാസിനെ എവിടെയാണോ ഉള്ളത് അവിടെ പോയി ആക്രമിച്ച് ഇല്ലാതാക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം ഇറാനിലാണെങ്കിലും സിറിയയിലാണെങ്കിലും ബാക്കി രാജ്യങ്ങളിലെല്ലാം ഇസ്രായേൽ കടന്നു ചെന്ന് ഹമാസിനെ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അല്പം വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. കാരണം ഖത്തർ എന്നത് മിഡിൽ ഈസ്റ്റിന്റെ ഒരു ഭാഗമാണ്. UAE, ഖത്തർ, സൗദി ഇത്തരത്തിലുള്ള ഒരു മേഖലയിൽ കടന്നു ചെന്ന് ഇസ്രായേൽ ആക്രമിക്കുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു എസ്കലേഷനാണ് വഴിമരുന്നിടുന്നത്. ഇതിന് US-ന്റെ അറിവില്ലാതെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് കരുതാൻ സാധ്യമല്ല. കാരണം US-ന്റെ ബേസുകൾ ഖത്തറിനകത്ത് ഉണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് വലിയ രീതിയിലുള്ള എസ്കലേഷൻ ആയിട്ട് വേണം നമുക്ക് കാണാൻ. ഇത് സ്വാഭാവികമായും ഇപ്പോൾ ഖത്തറിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് തന്നെ വന്നിരിക്കുന്നത് ഖത്തറിന്റെ ആഭ്യന്തര സുരക്ഷയെ വെല്ലുവിളിക്കുന്ന ഒരു ഇടപെടലും അതോടൊപ്പം തന്നെ രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവും ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. സ്വാഭാവികമായും ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായി മാറില്ല. കാരണം ഇപ്പോൾ അറബ് മേഖലയെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഇസ്രായേലിന്റെ ഇടപെടൽ എന്ന നിലയ്ക്കായിരിക്കുമല്ലോ ഇത് മാറുക. ഗൾഫ് മേഖലയെ ഒന്നാകെ ഒരു ഏകീകരണ സ്വഭാവത്തിലേക്കും പ്രതിരോധത്തിലേക്കും ഒക്കെ നീങ്ങുന്ന ഒരു സാഹചര്യം ഇതോടെ സൃഷ്ടിക്കപ്പെടുമോ? ഖത്തർ എങ്ങനെയായിരിക്കും ഈ വിഷയത്തെ രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ എത്തിക്കുക? ഈ ഇസ്രായേൽ പലസ്തീൻ വിഷയം ഇത്രയും കാലം ഇസ്രായേലിനും പലസ്തീനിനും ഇടയിൽ അല്ലെങ്കിൽ ആ ഫോഴ്സസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇറാൻ, ഇസ്രായേൽ, പലസ്തീൻ, ലെബനോൻ, സിറിയ അത്തരത്തിലുള്ള ഒരു ബെൽറ്റിൽ മാത്രമായിരുന്നു ഇത്രയും കാലം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റിനെ കൂടി ഇതിനകത്തേക്ക് വലിച്ചിടുന്നതോടെ ഇതൊരു ഒരു പ്രോപ്പറായിട്ടൊരു സ്കെയിലപ്പ് ആണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും ഖത്തർ എന്നുള്ളത് ഈ നെഗോസിയേഷന്റെ ഒക്കെ ഒരു ഹബ്ബാണ്. അപ്പം ഇസ്രായേലും ഹമാസുമായിട്ടുള്ള നെഗോസിയേഷനിൽ അതിനെ പല മേഖലകളിലും ഇപ്പം താലിബാൻ നെഗോസിയേഷനിലെല്ലാം ഖത്തർ ഇസ് എ ഹബ് ഫോർ ഓൾ കൈൻഡ്സ് ഓഫ് നെഗോസിയേഷൻ. അങ്ങനെ ഉള്ള ഒരു ഹബിനകത്ത് ഈ ഇസ്രായേൽ കടന്നു കയറി ആക്രമിച്ച് ഹമാസിനെ തിരഞ്ഞു പിടിച്ച് കൊല്ലാനാണെന്ന പേരിൽ ആക്രമിക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു എസ്കലേഷൻ തന്നെയാണ് വഴിമരുന്നിടുന്നത്. ഇതിന് ഏത് വിധത്തിലാണ് ഖത്തർ റിയാക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഖത്തർ മാത്രമല്ല, ഇത് ബാക്കി മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് കൂടി ഒരു താക്കീത്താണ്. ഇപ്പം ഹമാസിന്റെ പല നേതാക്കൾ UAE-യിലോ അല്ലെങ്കിൽ സൗദിയിലോ ഉണ്ടെങ്കിൽ അവിടെയും കടന്നു ചെന്ന് ഇസ്രായേൽ ആക്രമിക്കും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയ രീതിയിലുള്ള ഒരു എസ്കലേഷൻ ആയി തന്നെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഇത് ഇസ്രായേൽ മാത്രമായി ചെയ്യുന്നതാണെന്നുള്ളത് അതാണ് ശ്രീ PM നാരായണൻ. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിക്കുന്നത് ഇത് ഇസ്രായേൽ ഒറ്റയ്ക്ക് നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്, ഇതിൽ മറ്റാരുടെയും പിന്തുണയോ സഹായമോ ഇസ്രായേലിന് ഉണ്ടായിട്ടില്ല എന്നാണ്.